രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം. അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടേക്കും പോരട്ടെ. അത് അവര് കപ്പും കൊടുത്തേക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. ഹലോ ഗൈസ്, അപ്പൊ എല്ലാവരും കേട്ടല്ലോ ഈ ആളാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ രേണു സുധിക്ക് വീട് വെക്കാനായിട്ട്, അതായത് രേണു സുധിക്കും 2 മക്കൾക്കും വീട് വെക്കാൻ സ്ഥലം ദാനം നൽകിയ ഫാദർ നോബിൾ ഫിലിപ്പാണ്. അദ്ദേഹം ആ ഒരു സ്ഥലം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ കണ്ടക ശനി തുടങ്ങി എന്ന് വേണം പറയാൻ. പുള്ളി ചെയ്തതൊരു നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അല്ലെ, അച്ഛൻ മരിച്ചുപോയ 2 മക്കൾക്കും ഭാര്യയ്ക്കും കിടക്കാൻ ഒരു കിടപ്പാടം ഇല്ലാത്ത അവർക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം നൽകി. ആ ഒരു സ്ഥലം നൽകി എന്നുള്ള ഒരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ട് കണ്ടക ശനിയായിരുന്നു. ആ ഒരു സ്ഥലത്ത് വേറെ കുറച്ച് അധികം ആൾക്കാർ ചേർന്നിട്ട് ഈ പറയുന്ന രേണു സുധിക്കും 2 മക്കൾക്കും നല്ലൊരു വീടും വെച്ച് നൽകി. അവസാനം ആ സ്ഥലം കൊടുത്ത അച്ഛനും ചീത്ത കേൾക്കേണ്ടി വന്നു. ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്കും ഈ പറയുന്ന രേണുസുധി തന്നെ ഇവരെ പബ്ലിക്കിന് മുന്നിൽ നാണം കെടുത്തി എന്ന് വേണം പറയാനായിട്ട്. അതായത് അവർ വെച്ചു കൊടുത്ത വീടിന് ചോർച്ചയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചു കൊടുത്ത ആൾക്കാരെ എത്രത്തോളം നാണം കെടുത്താവോ അത്രത്തോളം സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി. അത് പോരാഞ്ഞിട്ട് ആ സ്ഥലം കൊടുത്ത അച്ഛനെയും നാണം കെടുത്തി എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വ്യക്തിക്ക് എതിരായിട്ട് ഈ ഫാദർ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? ശരിയാണ്, അദ്ദേഹം ഒരു പുരോഹിതനാണ്, അദ്ദേഹം എന്താ പറയാ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന വലിയൊരു പ്രശ്നമാണ്. അദ്ദേഹം ചെയ്തത് ഒരു പുണ്യപ്രവർത്തനമാണ് ചെയ്തത്. 2 മക്കൾക്ക് വീട് വെക്കാൻ കുറച്ച് സ്ഥലം നൽകി, അത് മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെ വൃത്തികേടുകൾ അദ്ദേഹം കേൾക്കുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ജീവന് വരെ ഭീഷണിയായിരിക്കുവാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഉള്ള ഈ രേണു സുധിയെ കുറിച്ച് അദ്ദേഹം വന്നിട്ട് പിന്നെ എന്ത് പറയണം? അവളെ പുകഴ്ത്തി പാടണോ? എന്തായാലും ഈ ഫാദർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട് രേണു സുധിയെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുധിയുടെ മരണത്തോടുകൂടി രേണു സുധി ഒരു നാടക നടിയായി മാറുന്നു. അതിനു മുമ്പ് നാടക നടിയല്ലായിരുന്നു. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച. എന്തായാലും ഈ ഒരു ഫാദർ ഇത്രയും ഒരു രോഷാകുലനാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളിൽ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ദേഷ്യമാണല്ലേ ഉള്ളത്. ശരിയാണ്, രേണുസുധി ബിഗ് ബോസിലേക്ക് കയറി ആ ഒരു ഫസ്റ്റ് ഡേ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. സുധിയേട്ടാ ഞാൻ വന്നു എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞാണ് കയറിയത്. അത് പിന്നെ ഭയങ്കര ട്രോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും രേണുസുധി മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്താണ്? മരണപ്പെട്ടു പോയ തന്റെ ഭർത്താവ്. ആ ഒരു പേര് പറഞ്ഞാൽ എവിടെയും ഒരു പ്രാധാന്യം കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പേര് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാം, ആൾക്കാരുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആൾക്കാരുടെ വോട്ട് മേടിക്കാം എന്നുള്ളൊരു ധാരണ രേണുസുധിക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ബിഗ് ബോസിൽ പോയിട്ട് ഈ രേണുസുധി കൊല്ലം സുധിയുടെ കുറെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെ കൊല്ലം സുധിയുടെ കുറെ കഥകൾ പറഞ്ഞുകൊണ്ടോ ഒന്നും ആൾക്കാർ വോട്ട് ചെയ്യത്തില്ല. വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവരും അതുപോലത്തെ മണ്ടന്മാരൊന്നും അല്ല. നമുക്കറിയാം ഇത്രയും വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം ബിഗ് ബോസിൽ പോയി. നമ്മൾ ഓർത്ത എന്താ, രേണുസുധി അങ്ങ് ബിഗ് ബോസിൽ ചെന്ന് അങ്ങ് മല മറിച്ച് അങ്ങോട്ട് വെക്കുമെന്ന വിചാരിച്ചു. പക്ഷെ ഒരു ചുക്കുമില്ല. അവിടെ പോയിട്ട് എവിടെയെങ്കിലും ഒരു മൂലക്കിരുത്തി അവിടെ അങ്ങോട്ട് ഇരിക്കും, സമയം ആഹാരം കഴിക്കും, പിന്നെ ഒരു റെസ്റ്റ് പോലെ അവിടെ ഇവിടെ. അതായത് നമ്മളൊക്കെ ഇപ്പൊ ലൈവായിട്ട് ബിഗ് ബോസ് TV-യിൽ കൂടെ കാണുന്നു. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബിഗ് ബോസ് ലൈവ് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, ബിഗ് ബോസ് ഹൗസിലിരുന്ന് തന്നെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന രേണുസുധിക്ക് ബിഗ് ബോസിൽ പോയിട്ട് ഒരു തേങ്ങയും കാണിക്കാൻ അറിയത്തില്ല, നന്നായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു ടാസ്കോ ഗെയിമോ വന്നാൽ അത് വേണ്ട രീതിയിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അതിൽ ടാസ്ക് ചെയ്യാനോ ഒന്നും രേണുസുധിക്ക് അറിയില്ല. ആകെ അറിയാവുന്നത് ബിഗ് ബോസിൽ പോയിട്ടും അവിടെ 72 ക്യാമറയുണ്ട്. ഓരോ ദിവസവും ഓരോ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് ഭയങ്കര അഭിനയമാണ്. കൊല്ലം സുധിയുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കളുടെ പേര് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് രേണു അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രേണുവിനെ അറിയാം, രേണു കുറച്ച് കരഞ്ഞു കാണിച്ചാൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലൊക്കെ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചാൽ കുറേയധികം ആൾക്കാർ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു ധാരണ രേണുവിനുണ്ട്.
ശരിയാണ്. രേണുവിന്റെ ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റം അമ്മമാരിങ്ങനെ കാത്തു കെട്ടി ഇരിപ്പുണ്ടോ. അയ്യോ, രേണുവിനെ കുറിച്ച് ചില ആൾക്കാർ പറയുന്ന കമന്റൊക്കെ വരുന്ന, അയ്യോ പാവ ആ പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചുപോയ ആദ്യത്തെ സ്ത്രീയാണല്ലോ രേണു സുധി അല്ലേ. ഇപ്പൊ എന്തായാലും ഈ ഫാദർ നോബിൾ ഫിലിപ്പ് അദ്ദേഹം ഭയങ്കര കലിപ്പെന്ന് വെച്ചാൽ ഭയങ്കര കലിപ്പാണ്. കാരണം അദ്ദേഹം അത്രത്തോളം അനുഭവിച്ചു. ഇപ്പോഴും രേണുസുധിയുടെ ആ ഒരു പേരില് അദ്ദേഹത്തിന് എന്താ പറയുക, ജീവന് വരെ ഭീഷണി വന്നിരിക്കുക. ഫോൺ കോളുകളായിട്ടും അതുപോലെയൊക്കെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് വരെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു വ്യക്തി ഈ ഒരു രീതിയിലല്ലാതെ ഏത് രീതിയിൽ പ്രതികരിക്കണം? ഇത് പൊതുജനം ചർച്ച ചെയ്യണം. രേണുസുധി സത്യമേ പറയത്തുള്ളൂ കേട്ടോ, അവര് കള്ളം പറയത്തില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യം കേട്ടത് ഞാൻ പ്രതികരിക്കും. എന്റെ ജോലി ഇതാന്നേ. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുമല്ലോ. 2 സർട്ടിഫിക്കറ്റ്, +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ ഇരിക്കുന്നു. അത് താജുദ്ദീൻ സുധി മരിച്ച ഒരാഴ്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്കുന്നു. ഇതിനോടിടയ്ക്ക് ഇവര് ഏവിയേഷൻ പഠിക്കുന്നു, DCA പഠിക്കുന്നു. ഇവര് പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല. ഇവർ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്? ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ടിവാൻഡത്ത് വർക്ക് ചെയ്തു. ടിവാൻഡം, അത് ഞാൻ പ്രത്യേകം പറയാം. ടിവാൻഡം ഏതാ ടിവാൻഡം എന്ന് എനിക്കറിയത്തില്ല. ടിവാൻഡത്ത് ഇവർ വർക്ക് ചെയ്തു. എന്ത് വർക്കാണെന്ന് എന്നോട് ചോദിക്കരുത്, അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ. ഇത്രയിടത്ത് വർക്ക് ചെയ്തു. പക്ഷെ സുധി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ +2 SSLCയുടെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ നിന്ന് മേടിച്ചു കൊടുത്തെന്നുള്ളവർ പൊതുസമൂഹം കണ്ടതാണ്. കൊള്ളാല്ലേ നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പിന്റെ ഒരു പ്രതികരണം. ഭയങ്കരമായിട്ടുള്ള ഒരു ഉദ്ദേശ്യം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. ഒരു സൽപ്രവൃത്തി ചെയ്ത്, അതായത് നമ്മളൊരു നല്ല ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ദുഃഖം തന്നെയാണല്ലേ. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയാണ്. കാരണം അദ്ദേഹം ഒരു പുരോഹിതനാണ്. 2 മക്കൾക്ക് ഒരു വീട് വെക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു. അതും അദ്ദേഹത്തിന് താമസിക്കുന്ന അതിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം കൊടുത്തു. അവിടെ വീടും വേറെ കുറെ അധികം ആൾക്കാർ ചേർന്നിട്ട് വീടും വെച്ച് കൊടുത്തു. അവസാനം ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ നല്ല കാര്യങ്ങൾ ചെയ്തവരെ രേണുസുധി തന്നെ പബ്ലിക്കിന് മുന്നിൽ വന്ന് നാണം കെടുത്തി. അപ്പൊ പിന്നെ ഇവരൊക്കെ ഈ ഒരു രീതിയിലല്ലാതെ ഏത് രീതി പ്രതികരിക്കണം? ഒരുപാട് ആൾക്കാർ ഈ ഫാദറിന്റെ ഇന്റർവ്യൂവിന്റെ ഒക്കെ താഴെ വന്നിട്ട് ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു. നിങ്ങളൊരു പുരോഹിതനാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിനെ എന്താ പറയുക ഭയങ്കരമായിട്ട് വൃത്തികേടുകൾ പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും ഈ പറയുന്ന രേണുസുധിക്ക് 10 രൂപ കൊടുത്ത് സഹായിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഫാദർ നോബിൾ ഫിലിപ്പ് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്ത ഒരു സഹായം കൊടുത്ത വ്യക്തിയാണ്. അതിന് നന്ദി കാണിച്ചില്ലെങ്കിലും അതിനെ നിന്ദിക്കാതിരിക്കുക. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥലം കൊടുത്തു, വീടും എല്ലാം വെച്ച് കൊടുത്ത് സൗകര്യം എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അത് ചെയ്തു കൊടുത്തവരെ തന്നെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തു. അപ്പൊ പിന്നെ ഇവരൊക്കെ ഈ ഒരു രീതിയിലല്ലേ പ്രതികരിക്കേണ്ടേ? അവളിപ്പോ ബിഗ് ബോസിൽ പോയിട്ട് അവളുടെ തലേ പേനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര അങ്ങ് സങ്കടമായി. അവളെ അപമാനിച്ചു എന്ന് പറഞ്ഞ അവള് കരഞ്ഞു. അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ അവസ്ഥയോ, ഈ ഫാദറിന്റെയും അതുപോലെ വീട് വെച്ചു കൊടുത്ത ഫിറോസിന്റെ ഒക്കെ അവസ്ഥ എന്താ? അവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയില്ലേ ഈ രേണുസുധി? അപ്പൊ ഇവക്ക് ഇതല്ല, ഇതിനപ്പുറം കിട്ടിയാലും അതിലൊരു തെറ്റുമില്ല. ഇനിയും കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അവള് 100 ദിവസം വരെ ബിഗ് ബോസിൽ നിന്നിട്ട് അവളുടെ യഥാർത്ഥ സ്വഭാവവും എല്ലാം എല്ലാരും കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം അവള് ചെയ്ത പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവൾക്ക് കിട്ടും. അത് ഓരോന്നായിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം രേണുസുധിയുടെ കാര്യങ്ങൾ എന്താകും എങ്ങനെയാകും എന്നുള്ളതൊക്കെ.